മൂന്നാമതും ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന ഈ രാത്രിയിൽ ആ ഫലങ്ങൾ പുറത്തുവിട്ട ചാനലുകളെയും അവർ അതിന് ആശ്രയിച്ച എക്സിറ്റ് പോൾ ഏജൻസികളെയും കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. മോദി വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് പ്രവചിച്ചിട്ട് എങ്ങാനും അധികാരത്തിൽ മൂന്നാമതും വന്നാൽ വരില്ല എന്ന് പ്രവചിച്ചവരുടെ ഗതി എന്താകും? അവരുടെ ഓഫീസുകളിലേക്ക് വരാൻ സാധ്യതയുള്ള ഇ.ഡിയുടെയും CBIയുടെയും വണ്ടികളെക്കുറിച്ച് ഈ ചാനലുകളും എക്സിറ്റ് പോൾ ഏജൻസികളും ദുസ്വപ്നം കണ്ടിട്ടുണ്ടാകുമോ? എൻ.ഡി.എ മൂന്നാമതും അധികാരത്തിൽ വരില്ല എന്ന് പ്രവചിച്ചിട്ട് മൂന്നാമതും അധികാരത്തിൽ വന്നാൽ പ്രവചിച്ചവർക്ക് നേരെ ഉണ്ടാവാൻ സാധ്യതയുള്ള നടപടികളോളം തീക്ഷ്ണമാവില്ല മോദി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിട്ട് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ. ഇത് ഫലം പ്രവചിച്ചവർക്ക് നന്നായി അറിയാം. അതാണോ ഇന്നത്തെ രാത്രിയുടെ ഫലശ്രുതി? അതല്ല. ഒന്നാംഘട്ട വോട്ടെടുപ്പിന് ശേഷം ഇതര സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൻ്റെ കുറഞ്ഞ ശതമാന കണക്കുകൾ മുൻനിർത്തിയും മോദി വിരുദ്ധരുടെയും BJP വിരുദ്ധരുടെയും സ്വപ്നങ്ങൾ വിശ്വസിച്ചും NDAക്ക് സീറ്റുകൾ കുറയുമെന്ന് പറഞ്ഞു നടന്നവരുടെ മനസ്സിലിരിപ്പല്ല വോട്ട് ചെയ്തവരുടെ മനസ്സിലിരിപ്പെന്ന് എക്സിറ്റ് പോൾ ഏജൻസികൾ മനസ്സിലാക്കിയതാണോ മോദി വീണ്ടും വരുമെന്ന ഈ രാത്രിയിലെ പ്രവചനത്തിൻ്റെ പ്രത്യേകത? എന്തായാലും കേരളത്തിൽ താമര വിരിയും, LDF തകർന്ന് തരിപ്പണമാകും എന്നൊക്കെ ഇന്ന് പ്രവചിക്കപ്പെട്ടതോടെ ജൂൺ 4 അവധിയെടുത്ത് TV-ക്ക് മുന്നിൽ ചടഞ്ഞുകൂടി ഒരു 2020 മാച്ച് കാണുന്നതിൻ്റെ ഹരം പ്രേക്ഷകർ നഷ്ടപ്പെടുത്താൻ സാധ്യതയില്ല.